അപ്പോൾ മലയാളി ഫോർ അവറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. സോ ടുഡേ ലെറ്റ്സ് മേക്ക് മാംഗോ ചിക്കൻ കറി. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഇതാണ്ട് പഴുത്ത മാങ്ങ അരച്ചത്, അതേപോലെ നമ്മുടെ ചിക്കൻ ഇവിടെ ഉണ്ട്, അതേപോലെ ഓണിയൻസ്, ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട്. സോ നമുക്ക് ബിഗിൻ ചെയ്യാം. സോ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നു. ഓയിൽ കുറച്ച് മതി, കാരണം നമ്മൾ ചിക്കൻ നമ്മൾ ഡ്രൈ ഫ്രൈ അല്ല ചെയ്യുന്നത്. സോ വി ആർ ഗോയിങ് ടു സിയർ ഇറ്റ്. അതായത് രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ഒരു ഫ്രൈ പോലെ ഔട്ടർ ക്രസ്റ്റ് മാത്രം നമ്മൾ വറുത്തെടുക്കുന്ന ഒരു രീതിയാണ് സീറിങ് എന്ന് പറയുന്നത്. സോ ഔട്ടർ ക്രസ്റ്റ് ഒരു ബ്രൗണിഷ് കളറിൽ നമ്മൾ എത്തണം. സോ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്തത് ജസ്റ്റ് വിത്ത് ടർമറിക്, ദെൻ ചില്ലി പൗഡർ, ദെൻ ലിറ്റിൽ ബിറ്റ് ഓഫ് സോൾട്ട്. അതാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. If you have olive oil, you can use it. Otherwise, you can able to use coconut oil. Coconut oil നിങ്ങൾക്ക് യൂസ് ചെയ്യാം, കാരണം ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് സോഴ്സ് ആണ് കോക്കനട്ട് ഓയിലും. ഒലിവ് ഓയിലിൻ്റെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നോട്ട് വെർജിൻ, പൊമേസ് ഓയിൽ കിട്ടും. പൊമേസ് ഓയിലിൽ നമ്മൾ കുക്ക് ചെയ്യുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. എൻ്റെ കയ്യിൽ ടോങ്സ് ഇല്ലാത്തത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. ബട്ട് യാ, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. കുക്കിങ്ങിൽ എപ്പോഴും വേണ്ടുന്നൊരു സാധനമാണ് ടോങ്സ്. സോ നമ്മുടെ കൊടിൽ എന്നൊക്കെ പറയുന്ന അത് തന്നെ, കൊടിൽ മറ്റേ രണ്ട് പല്ല് പോലെ ഇരിക്കുന്ന ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സാധനം. നിങ്ങൾക്ക് ബോൺലെസ് പീസ് വേണമെങ്കിലും എടുക്കാം, അതേപോലെ ബോണുള്ള പീസ് എടുക്കാം. സോ ആസ് ഐ ഓൾവേസ് സെഡ്, ഈ ബോണുള്ള പീസ് എടുക്കുവാണെങ്കിൽ ചിക്കൻ്റെ ജ്യൂസ് അതാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അതിൻ്റെ ടേസ്റ്റ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ചിക്കൻ്റെ ഒക്കെ ഔട്ടർ ക്രസ്റ്റ് ദാണ്ട് ഈ ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും. സോ ആ കളർ ചേഞ്ച് വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഇത് ഫ്രൈ ചെയ്യാന്നുള്ളതല്ല. സോ നമ്മുടെ ലക്ഷ്യം ജസ്റ്റ് ഔട്ടർ ഭാഗം മാത്രം നമ്മൾ ഇത് ചെയ്തെടുക്കുന്നു എന്നുള്ളത് മാത്രമാണ്. സോ ഇത് പ്ലേറ്റിലേക്ക് മാറ്റുക. ഇതിലേക്ക് തന്നെ സെയിം ഓയിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് സെയിം ഓയിലാണ്. സോ അതിൻ്റെ ചിക്കൻ്റെ ജ്യൂസ് അതിനകത്ത് കാണും. സോ അതിനകത്ത് കൂടുതൽ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നില്ല. സോ ഗാർലിക് ഒരു 4 ക്ലോവ്സ് അല്ലെങ്കിൽ 5 ക്ലോവ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ദെൻ 1 ഫുൾ ഓണിയൻ എടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് സോട്ട് ചെയ്തെടുക്കുന്നു. ആ സെയിം നമ്മൾ സീറ് ചെയ്തതിനകത്ത് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിലേക്ക് നമ്മുടെ നിങ്ങൾക്ക് തായ് ചില്ലിയാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് തായ് ചില്ലി ഇല്ല. സോ ഐ എം യൂസിങ് ദ ഇന്ത്യൻ ചില്ലി. സോ തായ് ചില്ലിയാണ് അതിൻ്റെ ഒരു ഫ്ലേവർ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നത്. ആക്ച്വലി ഈ മാംഗോ ചിക്കൻ കറി ഞാൻ കൂടുതൽ കഴിച്ചിട്ടുള്ളത് തായ് ബേസ്ഡ് കിച്ചണിൽ നിന്നാണ്. സോ തായ് ചിക്കൻ കറി അതൊരു ഫ്ലേവർ ഫുള്ളായിട്ടുള്ളൊരു കറിയാണ്. സോ അതിൻ്റെ ഒരു വകഭേദമാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് ആക്ച്വലി തായ് ചിക്കൻ ഓർ തായ് മാംഗോ ചിക്കൻ കറി. സോ നമ്മൾ സോൾട്ട് ഇടാൻ പോവാണ്. സോ സോൾട്ട് ഞാനിത് ഒരു കുറച്ചേ ഇട്ടിട്ടുള്ളൂ.
സോ വേണമെങ്കിൽ പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതിയല്ലോ. അതിലേക്ക് നമ്മുടെ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സീർ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതും കൂടി ഇട്ട് നമ്മൾ സോട്ട് ചെയ്തെടുക്കുന്നു. നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു സവാളയും ഒണിയൻസും എല്ലാം കൂടെ ചേർന്ന് ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. സോ അതിലേക്ക് ലെറ്റ്സ് ആഡ് ദ മാംഗോ പൾപ്പ്. പൾപ്പ് നമ്മൾ ആഡ് ചെയ്തു. നമ്മൾ ആ മാംഗോ ഒഴിച്ചു കൊടുത്തതിനകത്തേക്ക് താണ്ട് നമ്മൾ ആ മാംഗോയുടെ അതായത് മാംഗോ പൾപ്പിരുന്ന പാത്രം ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് വടിച്ചെടുത്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. സോ അതിനുശേഷം ഇതിലേക്കൊരു തിള വരുന്ന സമയത്ത്, അതായത് ഈ പൾപ്പും ഈ ചിക്കനും കൂടെ ഒരു തിള വരുന്ന സമയത്ത് വി നീഡ് ടു ആഡ് ദ കോക്കനട്ട് മിൽക്ക്. കോക്കനട്ട് മിൽക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇത് ഇളക്കുകയാണ്. കോക്കനട്ട് മിൽക്ക് നമ്മൾ ആഡ് ചെയ്തു. അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ നമുക്ക് ഒരു ടീസ്പൂൺ, നോട്ട് ടേബിൾ സ്പൂൺ, ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കുക. തായ് ചിക്കൻ മാംഗോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തായ് ചിക്കൻ അല്ല സത്യം പറഞ്ഞാൽ, പക്ഷേ ഞാൻ അതിൻ്റെ ഒരു റെസിപ്പി ഫോളോ ചെയ്തതാണ്. ഇതിനകത്ത് എൻ്റേതായ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. സോ ദിസ് ഈസ് ഡാൻസ് മാംഗോ കറി, മാംഗോ ചിക്കൻ കറി. ഒരല്പം സോൾട്ട് കൂടെ ആവാം. സോൾട്ട് നമ്മൾ ഇട്ട് കൊടുക്കും. സോ 2 pinch of salt. നമ്മൾ സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും again we are going to taste the chicken curry. ഇപ്പം നമ്മുടെ മാംഗോ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി, അല്ലെങ്കിൽ നമ്മുടെ ലഞ്ചിന് നമുക്ക് റൈസിൻ്റെ കൂടെ, ജാസ്മിൻ റൈസിൻ്റെ കൂടെ അല്ലെങ്കിൽ പൊന്നി റൈസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ആൻഡ് ഡെലീഷ്യസ് മാംഗോ ചിക്കൻ കറി. സോ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.